ഇന്ന് പുണ്യ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവായേക്കാം. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു മാനസികമായ വിഷമുണ്ട്. ഇത്ര പെട്ടെന്ന് റമദാൻ കഴിഞ്ഞുപോയ പഠിച്ചോനെ. ഒരാഴ്ച മുമ്പ് റമദാൻ തുടങ്ങിയതുപോലെ അത്ര പെട്ടെന്ന് തീരാണല്ലേ. ഞാൻ റമദാൻ അനുകൂലമായോ? എനിക്ക് ഇനിയൊരു റമദാൻ എനിക്ക് ഉണ്ടാവുമോ? ഇതെൻ്റെ അവസാനത്തെ റമദാൻ ആകുമോ? ആ ഒരു പേടി നമ്മുടെ കൽബിൽ വേണം കേട്ടോ. ഇന്ന് 23-ാമത്തെ രാവാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രി. മനസ്സറിഞ്ഞ് ഒരു സൂറത്ത്, ചെറിയ സൂറത്താണ്, നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ ഹൃദ്യമായി നിങ്ങൾ ഓതിയാൽ ഒരു കൊല്ലം നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ ഈമാനിന് കേടുപാട് പറ്റില്ല. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരും, നരകത്തിൽ നിന്ന് മോചനം തരും. അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങാൻ ഈ ഒരൊറ്റ സൂറത്ത് മതി. ഇന്നാണ് ലൈലത്തുൽ ഖദർ നമുക്കറിയില്ല, പക്ഷെ ലൈലത്തുൽ ഖദർ ഹയാത്താക്കിയ കൂലി അല്ലാഹു നമുക്ക് തരികയാണ്. ഈ സൂറത്തുൽ ഖദർ ഒരു തവണ മനസ്സറിഞ്ഞൊന്ന് ഓതിയാൽ, നമ്മൾ ഓതുമ്പോൾ ചിലപ്പോൾ മനസ്സൊന്നും അറിഞ്ഞു ഓതൂല, അതുകൊണ്ട് ധാരാളം ഓതുക. ഇന്ന് പുണ്യ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവായേക്കാം. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു മാനസികമായ വിഷമുണ്ട്. ഇത്ര പെട്ടെന്ന് റമദാൻ കഴിഞ്ഞുപോയ പഠിച്ചോനെ. ഒരാഴ്ച മുമ്പ് റമദാൻ തുടങ്ങിയതുപോലെ അത്ര പെട്ടെന്ന് തീരാണല്ലേ. ഞാൻ റമദാൻ അനുകൂലമായോ? എനിക്ക് ഇനിയൊരു റമദാൻ എനിക്ക് ഉണ്ടാവുമോ? ഇതെൻ്റെ അവസാനത്തെ റമദാൻ ആകുമോ? ആ ഒരു പേടി നമ്മുടെ കൽബിൽ വേണം കേട്ടോ. ഇന്ന് 23-ാമത്തെ രാവാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രി. മനസ്സറിഞ്ഞ് ഒരു സൂറത്ത്, ചെറിയ സൂറത്താണ്, നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ ഹൃദ്യമായി നിങ്ങൾ ഓതിയാൽ ഒരു കൊല്ലം നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ ഈമാനിന് കേടുപാട് പറ്റില്ല. നിങ്ങൾക്ക്